നമസ്കാരം. പ്രധാന വാർത്തകൾ. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്നറിഞ്ഞിട്ടും നടപടിയെടുക്കാതെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശബ്ദരേഖയ്ക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ മന്ത്രി എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് എന്ന് വ്യക്തമാക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA. ഷൊർണൂരിൽ റെയിൽവേ പാച്ച് ഡബ്ലിംഗ് പാത നിർമ്മാണം പുരോഗമിക്കുന്നു. ഷൊർണൂരിൽ നിന്ന് വളത്തോൾ നഗർ സ്റ്റേഷൻ വരെയും പാലക്കാട് ഭാഗത്തേക്കുമായി നിർമ്മിക്കുന്നത് 4 പാതകൾ. നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ തീവണ്ടികൾ പുറപ്പെടാനുള്ള കാലതാമസം ഒഴിവാകുമെന്നും അധികൃതർ. കൊയ്ത്തു കഴിഞ്ഞ് ചാക്കിൽ സൂക്ഷിച്ച നെല്ലുകൾ സപ്ലൈകോ 3 ആഴ്ചയായിട്ടും സംഭരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ കർഷകർ ദുരിതത്തിൽ. പഴങ്ങോട്ടുപാടം ചീരക്കാട് പാടശേഖരത്തിൽപ്പെട്ട കർഷകരുടെ 100 ടണ്ണോളം നെല്ല് വീട്ടുമുറ്റത്തും പറമ്പിലുമായി കെട്ടിക്കിടക്കുന്നു. മഴ വന്നാൽ ഉണക്കിവെച്ച നെല്ല് മുഴുവൻ നശിക്കുമെന്ന ആശങ്കയിൽ കർഷകർ. 5ലേറെ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്ന അകവണ്ട വേങ്ങശ്ശേരി തോടിന് കുറുകെ കരിങ്കല്ല് ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ച ക്വാറി ഉടമകൾക്ക് അമ്പലപ്പാറ പഞ്ചായത്തിന്റെ നോട്ടീസ്. വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ അംഗീകരിക്കാനാകില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്റർ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ കടത്തുകയായിരുന്ന 25 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കഞ്ചാവ് പിടികൂടിയത് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും RPFന്റെയും സംയുക്ത പരിശോധനയിൽ. കഞ്ചാവ് പിടികൂടിയത് രഹസ്യവിവരത്തെ തുടർന്ന്. പട്ടാമ്പി ഭാരതപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം പൊങ്ങി. മൃതദേഹം കാണപ്പെട്ടത് തിങ്കളാഴ്ച ഉച്ചയോടെ. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമെന്ന് പ്രാഥമിക നിഗമനം. വാർത്തകൾ വിശദമായി. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്നറിഞ്ഞിട്ടും നടപടിയെടുക്കാതെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. ശബ്ദരേഖയ്ക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ മന്ത്രി എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് എന്ന് വ്യക്തമാക്കണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത് മാത്യു കുഴൽനാടൻ MLA ചോദിച്ചു. 2018 പ്രളയത്തിൽ 483 പേരാണ് മരണപ്പെട്ടത്. അഴിമതിക്ക് വേണ്ടി 483 പേരുടെയും നാടിൻ്റെയും കുരുതി കൊടുത്തിട്ടും മനസ്സാക്ഷി കുത്തില്ലാതെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നുവെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് MLA മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു. ചിറ്റൂരിലെ ജനങ്ങളെ സാക്ഷി നിർത്തിയാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ചാദ്യം ആവശ്യപ്പെടുന്ന കാര്യം ഈ പ്രളയത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം UDF സർക്കാരിന്റെ നേതൃത്വത്തിലുണ്ടാകും. അന്ന് അങ്ങയുടെ ശബ്ദരേഖ പരിശോധിക്കപ്പെടും. ഈ ശബ്ദരേഖ സത്യമായിരുന്നുവെന്ന് ഞങ്ങൾ തെളിയിച്ചാൽ CPM എന്ന പാർട്ടിയും LDF എന്ന സർക്കാരും ഈ കേരളത്തിൽ ഞങ്ങൾ നാളുകൾ നിങ്ങളെ ശവമൊഴുക്കികൾ എന്ന് വിളിച്ചാൽ നിങ്ങൾ അത് അംഗീകരിക്കാം. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? കേരളം വേദനയോടെ സ്തംഭിച്ച കാലമാണ് 2018 പ്രളയം. കനത്ത മഴയിൽ ഡാം മാനേജ്മെന്റ് സിസ്റ്റം ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ മനുഷ്യജീവനുകൾ രക്ഷിക്കാമായിരുന്നു. എന്നാൽ അനധികൃതമായി കോടികളുണ്ടാക്കാൻ പ്രളയത്തെയും കരുവാക്കി. തോട്ടപ്പള്ളി സ്പിൽവേയുടെ 14 ഷട്ടറുകൾ തുറന്നിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ കാഠിന്യം കുറയ്ക്കാമായിരുന്നു. 3ലധികം ജില്ലകളെ ദുരന്തം ബാധിച്ചു. കരിമണൽ ലോബിയെയും സ്വകാര്യ വൈദ്യുത ഉൽപ്പാദകരെയും സഹായിക്കാനായി നടത്തിയ ഗൂഢനീക്കങ്ങളിലൂടെ 483 പേരുടെ കുടുംബങ്ങളാണ് അനാഥമായത്. ആയിരക്കണക്കിന് പേരുടെ കിടപ്പാടവും കൃഷിയും ഉപജീവനമാർഗവും ഇല്ലാതായി. ആരാവണം മന്ത്രി എന്ന തർക്കത്തിനിടയിൽ ആരും അറിയാതെ കോടികളുണ്ടാക്കാനുള്ള ഗൂഢപദ്ധതിയായിരുന്നു നടന്നത്. അന്നത്തെ മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് നടത്തിയ പൈശാചികത അറിഞ്ഞിട്ടും ഇപ്പോഴത്തെ മന്ത്രി മൗനം പാലിച്ചു. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന പ്രതിപക്ഷാരോപണം ശരിവെക്കുന്നതാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് പുറത്തുവിട്ട ശബ്ദരേഖ AA ആണെന്നും കേസ് കൊടുക്കുമെന്നുമായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിൻ്റെയും പ്രഖ്യാപനം. ഒരു നിമിഷം കൊണ്ട് കേസ് കൊടുക്കാൻ മാർഗങ്ങളുണ്ടെന്നിരിക്കെ ആഴ്ചയായിട്ടും കേസ് കൊടുത്തിട്ടില്ല. ആർക്ക് മനസ്സിലായില്ലെങ്കിലും ചിറ്റൂർക്കാർക്ക് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദം തിരിച്ചറിയാനാകും. 483 പേരെ മുക്കിക്കൊന്നിട്ടും ആയിരക്കണക്കിന് പേരെ വഴിയാധാരമാക്കിയിട്ടും ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് LDF സ്വീകരിച്ചത്. ആ നിലയ്ക്ക് LDFും പ്രതികളാണ്. കേസ് കൊടുക്കാൻ വെല്ലുവിളിച്ച അതേ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ശബ്ദരേഖ പുറത്തുവിട്ട തനിക്കെതിരെ കേസ് കൊടുക്കാൻ വീണ്ടും വെല്ലുവിളിക്കുകയാണെന്നും UDF അധികാരത്തിൽ വന്നാൽ മന്ത്രി കൃഷ്ണൻകുട്ടി അഴിയേണ്ടുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ബ്ലോക്ക് UDF കൺവീനർ രതീഷ് അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥിയും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സച്ചിദാനന്ദ ഗോപാലൻ, DCC ജനറൽ സെക്രട്ടറിമാരായ KS തനികാചലം, രാജമാണിക്യം, മുസ്ലിം ലീഗ് നേതാവ് ആഷിഖ് എന്നിവർ സംസാരിച്ചു. മന്ത്രിയുടെ ഓഫീസിനകലെ മാർച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ
പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഓഫീസിൽ പ്രവേശിക്കുന്ന സ്ഥിതി വന്നതോടെയാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ റെയിൽവേ പാച്ച് ഡബ്ലിംഗ് പാത നിർമ്മാണം പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഷൊർണൂരിൽ നിന്നും വള്ളത്തോൾ നഗർ സ്റ്റേഷൻ വരെയും ഷൊർണൂരിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്കുമായി ആകെ 4 പാതകളാണ് നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ തീവണ്ടികളുടെ പുറപ്പെടാനുള്ള കാലതാമസം കുറയ്ക്കാനാകും. ഷൊർണൂരിൽ റെയിൽവേ പാച്ച് ഡബ്ലിംഗ് പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യലും ലെവലിംഗ് പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. റെയിൽവേയുടെ തന്നെ നിർമ്മാണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഷൊർണൂരിൽ നിന്നും വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ വരെ 2 പാതകളും മറുവശത്തായി ഷൊർണൂരിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്കായി 2 പാതകളുമാണ് ഡബ്ലിംഗിന്റെ ഭാഗമായി നിർമ്മിക്കുക. പാച്ച് ഡബ്ലിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ തീവണ്ടികളുടെ പുറപ്പെടുന്ന സമയത്തിന്റെ കാലതാമസം കുറയ്ക്കാനാകും. ഇതിനു പുറമെ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾ ഉൾക്കൊള്ളിക്കാനാകും. നിലവിൽ 4 പ്ലാറ്റ്ഫോമുകളിൽ മാത്രമേ ദീർഘദൂര ട്രെയിനുകൾ നിർത്തിയിടാൻ കഴിയൂ. ഡബ്ലിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ദീർഘദൂര ട്രെയിനുകൾ നിർത്തിയിടാൻ കഴിയുമെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. ഷൊർണൂരിൽ നിന്നും എറണാകുളം ഭാഗത്തേക്കായി മറ്റൊരു പാത കൂടി വരുമെന്ന സൂചനയും റെയിൽവേ വൃത്തങ്ങൾ അറിയിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊയ്ത്തു കഴിഞ്ഞ് ചാക്കിൽ സൂക്ഷിച്ച നെല്ലുകൾ സപ്ലൈകോ 3 ആഴ്ചയായിട്ടും സംഭരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ കേരളശ്ശേരി പഞ്ചായത്തിലെ 25ഓളം കർഷകർ ദുരിതത്തിലാണ്. പഴങ്കോട്ടുപാടം ചീരക്കാട് പാടശേഖരത്തിൽപ്പെട്ട കർഷകരുടെ 100 ടൺ നെല്ലാണ് വീട്ടുമുറ്റത്തും പറമ്പിലുമായി കെട്ടിക്കിടക്കുന്നത്. മഴ പെയ്താൽ ഉണക്കിവെച്ച നെല്ല് മുഴുവൻ നശിക്കുമെന്ന ഭീഷണിയിലാണ് കർഷകർ. 3 ആഴ്ചയായി ഉണക്കി ചാക്കിൽ സംഭരിച്ച നെല്ലുകൾ ടാർപ്പായിട്ട് മൂടിവെച്ചിരിക്കുകയാണ്. 2ാം വിള ഉഴവുകൂലിയും രാസവിള സബ്സിഡിയും ഭാഗികമായിട്ടാണ് കർഷകർക്ക് ലഭിച്ചത്. നെല്ല് ഏറ്റെടുക്കാൻ 2 മില്ലുകൾക്ക് അനുമതിയുണ്ടെങ്കിലും ലോറി കിട്ടാനില്ലെന്നാണ് മില്ല് ഏജന്റുമാർ പറയുന്നത്. കൊയ്ത്തു കഴിഞ്ഞ ശേഷം ചുരുട്ടിവെച്ച വൈക്കോൽ പോലും വാങ്ങിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ തവണ 100 രൂപയ്ക്ക് നൽകിയ വൈക്കോൽ 80 രൂപയ്ക്കാണ് അത്രയും ചോദിക്കുന്നത്. ചുരുട്ടി കെട്ടുന്നതിന് 35 രൂപ നൽകേണ്ടതുണ്ട്. 1 ഏക്കർ കൃഷിക്കായി 50,000 രൂപ വരെ ചെലവ് വരുന്നുണ്ട്. MP ശ്രീകുമാർ, ഷാജി, MP ഹരിദാസൻ, ശാന്തകുമാരി, നാരായണൻകുട്ടി, ഗോപാലകൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, അബ്ദുൾ ഷുക്കൂർ, രാമചന്ദ്രൻ, രാമദാസൻ, നന്ദൻ, ശിവൻകുട്ടി, സെയ്ദ് മുഹമ്മദ് തുടങ്ങിയ കർഷകരുടെ നെല്ലാണ് 1 മാസക്കാലമായി സംഭരിക്കാതെ കെട്ടിക്കിടക്കുന്നത്. ആദ്യം SBI, പിന്നീട് കാനറ ബാങ്ക്, ഇപ്പോൾ സൊസൈറ്റിയിൽ അക്കൗണ്ട് വേണമെന്നാണ് അധികാരികളുടെ നിലപാട്. നെൽകൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായതിനാൽ കൃഷിസ്ഥലങ്ങളിൽ മറ്റു പല കൃഷികൾ കൂടി ചെയ്യാനുള്ള അനുവാദം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. മഴഭീതി മൂലം പ്രയാസപ്പെടുന്ന കർഷകരുടെ നെല്ല് യുദ്ധകാലാടിസ്ഥാനത്തിൽ സംഭരിക്കാൻ നടപടിയുണ്ടാകണമെന്ന് പാടശേഖര സമിതി കൺവീനറും പഞ്ചായത്ത് അംഗവുമായ AP ശ്രീകുമാർ ആവശ്യപ്പെട്ടു. 2ാം വിള നെല്ല് സംഭരണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പഴങ്ങോട്ടുപാടം ചിരക്കാട് പാടശേഖരത്തിൽ ഏതാണ്ട് 2000 ചാക്ക് നെല്ല് ആണ് ഇവിടെ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. സംഭരിക്കാനുള്ള സ്ഥലത്തിൻ്റെ പരിമിതി വളരെ കൂടുതലാണ്. ഇവിടെ പല കർഷകരും സംഭരിച്ച നെല്ല് പൊതു സ്ഥലത്ത് ഇട്ട് ടാർപ്പായിട്ട് മൂടിയിരിക്കുകയാണ്. ഏതാണ്ട് 1 മാസത്തോളമായിട്ട് അതിങ്ങനെ കിടക്കുകയാണ്. കാലാവസ്ഥയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കർഷകരാകെ ഭീതിയിലാണ്. മഴ പെയ്താൽ അപ്പോൾ ഇത് മുഴുവൻ മുളച്ച് നശിച്ചു പോകും. അതുകൊണ്ട് നെല്ല് സംഭരണം ഉടൻ തന്നെ നടത്തിയില്ലെങ്കിൽ കൃഷിക്കാരുടെ കാര്യം വളരെയധികം ബുദ്ധിമുട്ടാണ്. ഉടൻ തന്നെ വിഷുവിന് മുമ്പായിട്ട് നെല്ല് സംഭരണം നടത്തണമെന്നാണ് ഈ പാടശേഖരത്തിൻ്റെ ആവശ്യം. മറ്റൊന്ന്, ഈ സംഭരിച്ച നെല്ലിൻ്റെ സപ്ലൈകോ കുറേ നെല്ലിൻ്റെ സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അതേസമയം സ്ലിപ്പ് കൊടുത്തു എന്നല്ലാതെ സംഭരിക്കാൻ ലോറിയുടെ ക്ഷാമമുണ്ടെന്നാണ് പറയുന്നത്. കാലടിയിലെ 2 മില്ലുകൾക്കാണ് ഇതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. ആ 2 മില്ലുകൾ ഒരു അലംഭാവം ഈ കാര്യത്തിലുണ്ടോ എന്ന് കർഷകർക്ക് സംശയമുണ്ട്. ഏതാണ്ട് 1 മാസത്തോളമായി നെല്ല് കൊയ്തെടുത്തിട്ട്, പക്ഷെ ഇതുവരെയായിട്ടും ഒരു മെല്ലെപ്പോക്ക് സംവിധാനമാണ് ഇപ്പോൾ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 5ലേറെ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്ന അകവണ്ട വേങ്ങശ്ശേരി തോടിന് കുറുകെ കരിങ്കൽ ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ച ക്വാറി ഉടമകൾക്ക് അമ്പലപ്പാറ പഞ്ചായത്ത് നോട്ടീസ് നൽകി. വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ അംഗീകരിക്കാനാവില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു.
സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്ത് എത്തിയിരുന്നതായും പ്രസിഡന്റ് പറഞ്ഞു. 2 പഞ്ചായത്തിന്റെ പരിധിയിലുള്ളതാണ് തോട്. ഒരു ഭാഗം അമ്പലപ്പാറ പഞ്ചായത്തും മറുഭാഗം കേരളശ്ശേരി പഞ്ചായത്തുമാണ്. എന്നാൽ 5ലേറെ കുടിവെള്ള പദ്ധതിയിലുള്ള തോടായതിനാൽ തോടിന് കുറുകെ റോഡ് കെട്ടിയത് വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിക്കും എന്നതിലാണ് അനുമതിയില്ലാതെ റോഡ് നിർമ്മിച്ചതിനും പൊളിച്ചു നീക്കുന്നതിനുമായി ഇവർക്ക് നോട്ടീസ് നൽകിയത്. ഇത് സംബന്ധിച്ച് പഞ്ചായത്തിന് ചെയ്യാവുന്നതൊക്കെ ചെയ്യുമെന്നും ഇതൊന്നും അംഗീകരിക്കാനാവില്ലെന്നും പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്ററും വാർഡ് അംഗം സുരേഷ് കുമാറും അറിയിച്ചു. പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ നമ്മുടെ അകവണ്ട പാലത്തിന് നിന്ന് കുറച്ച് മേലെയായിട്ട് തോടിൽ കല്ലിട്ട് നികത്തി അതിന് മേലെ റോഡുണ്ടാക്കുന്നു എന്ന ഒരു വിവരം നമുക്ക് ലഭിക്കുകയുണ്ടായി. അതേ തുടർന്ന് നമ്മൾ ആ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ പരിപാടിയിലേക്ക് ഒരു ചോദ്യം ലഭിച്ചതായിട്ട് അറിയാൻ വേണ്ടി കഴിഞ്ഞു. അവിടെ നിന്ന് നമുക്കൊരു അതിൻ്റെ ഒരു വിവരം ലഭ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ സ്ഥലം വന്നിട്ട് സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് നടത്തിപ്പുകാർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് അടിയന്തരമായിട്ട് നമ്മുടെ ജലത്തിൻ്റെ സുഗമമായിട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തുന്ന ഈ പ്രവൃത്തിയെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് അത് അടിയന്തരമായിട്ട് പൊളിച്ച് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർന്നുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ കടത്തുകയായിരുന്ന 25 കിലോ കഞ്ചാവ് എക്സൈസ് എൻഫോഴ്സ്മെന്റും ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും RPFും നടത്തിയ സംയുക്ത പരിശോധനയിൽ കണ്ടെടുത്തു. ജനറൽ കമ്പാർട്ട്മെന്റിൽ ബാഗുകളിലും ചാക്കുകളിലുമായിട്ടാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ട്രെയിൻ മാർഗം കഞ്ചാവ് വരുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റും ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസും RPF നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ട്രെയിനിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തത്. പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ അജയ്കുമാറും സ്ക്വാഡ് നടത്തിയ സംയുക്ത പരിശോധനയിൽ സ്ക്വാഡ് പാർട്ടിയിൽ രാജേഷ്, മസിലാമണി, സുധീഷ്, ഷിജു എന്നിവരും RPF ഉദ്യോഗസ്ഥരായ ഷിജു, ഷാജു, ദീപക്, അനന്തു, ഗിരീഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ഭാരതപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം പൊങ്ങി. ഉച്ചയോടുകൂടിയാണ് പട്ടാമ്പി പാളത്തിന് താഴെ മൃതദേഹം കണ്ടത്. കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ കണ്ട മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുള്ളതായാണ് വിവരം. പട്ടാമ്പി തൃത്താല പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. നാട്ടിൻ പ്രദേശങ്ങളിലും നാട്ടുകാരെ മുൾമുനയിൽ നിർത്തി നായക്കൂട്ടങ്ങളുടെ സ്വൈര്യവിഹാരം. പറളി മേഖലയിൽ നാട്ടിൻപുറങ്ങളിലും ഊടുവഴികളിലുമെല്ലാം നായക്കൂട്ടങ്ങൾ വ്യാപകമായി തമ്പടിച്ചിരിക്കുകയാണ്. നായക്കൂട്ടങ്ങൾ കുട്ടികളെയും മുതിർന്നവരെയും ഏറെ ഭീതിയിലാക്കുന്നുണ്ട്. വാഹനയാത്രക്കാർക്കാണ് ഏറെ ഭീഷണി. ഓർക്കാപ്പുറത്ത് ഊടുവഴികളിൽ നിന്നും ഇരുചക്ര വാഹനങ്ങളുടെ മുന്നിലേക്ക് ചാടി വാഹനം മറിഞ്ഞ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് നിത്യസംഭവമായിട്ടുണ്ട്. പറളി പഞ്ചായത്തിൽ കോടികൾ മുടക്കി നായകളുടെ പ്രജനശേഷി ഇല്ലാതാക്കുന്ന കുത്തിവയ്പ്പിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പഞ്ചായത്തിലെ ഓടന്നൂർ, വലിയപറമ്പ്, ചേങ്ങോട്, ദേവസ്വം പറമ്പ്, പാലിശ്ശേരി, നടുവശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടുണ്ട്. നാട്ടുകാരെ ആക്രമിക്കുന്നതിന് പുറമെ വീടുകളിലെ വളർത്തുകോഴികളെയും മറ്റും കൊന്നു തിന്നുന്നതും പതിവായിട്ടുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിഷുദിനത്തിൽ 6 കുടുംബങ്ങൾക്ക് CMN ട്രസ്റ്റിന്റെ അനുഗ്രഹ ഹോംസ് എന്ന പുതിയ പദ്ധതിയിലൂടെ വീടൊരുങ്ങും. വിഷുദിവസത്തിൽ പദ്ധതിക്ക് തുടക്കമാകുമെന്ന് CMN ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെയർമാൻ പമ്പാവാസൻ നായർ തന്റെ ഗ്രാമപ്രദേശമായ പൂക്കോട്ടുകാവ് കരിയമുട്ടി സ്ഥലത്താണ് സാമ്പത്തികപരമായും സാമൂഹികപരമായും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന 6 കുടുംബങ്ങൾക്കായി വീട് നിർമ്മിക്കുന്നത്. പമ്പാവാസൻ നായരുടെ ഉടമസ്ഥയിലുള്ള 30 സെന്റ് സ്ഥലം മാറ്റിവെച്ച് അതിൽ ഏകദേശം 600 സ്ക്വയർ ഫീറ്റോളം വരുന്ന 6 വീടുകൾ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എ ഹോം ഓഫ് യുവർ ഓൺ പദ്ധതിയിലെ 50 വീടുകൾക്ക് പുറമെയാണ് പുതിയ പദ്ധതി. എ ഹോം ഓഫ് യുവർ ഓൺ പദ്ധതിയുടെ ഭാഗമായി കുറഞ്ഞത് 4 സെന്റ് സ്ഥലമുള്ളതും ട്രസ്റ്റിന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കുടുംബങ്ങൾക്ക് മാത്രമാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. എന്നാൽ അനുഗ്രഹ ഹോംസ് പദ്ധതിയിൽ സ്ഥലത്തോടൊപ്പം വീടുകളും നൽകുന്നതാണ് പ്രത്യേകത. ഇതിനായി സ്ഥലം അനുവദിച്ചു കഴിഞ്ഞു. ഈ പദ്ധതി ജനുവരി 26-ാം തീയതി പ്രഖ്യാപിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. തുടർന്ന് മാർച്ച് 1-ലേക്ക് മാറ്റിവെച്ചെങ്കിലും മിഡിൽ ഈസ്റ്റിലെ യുദ്ധാന്തരീക്ഷത്തിൽ സഹപ്രവർത്തകരെ വിട്ടുനിൽക്കാൻ പരമ്പാവാസൻ നായർക്ക് അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാത്തതിനാൽ അത് വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു. യുദ്ധത്തിൻ്റെ കാര്യത്തിൽ തുടരുന്ന അനിശ്ചിതത്വം പരിഗണിച്ച് മഹത്തരമായ പദ്ധതി ഇനി വൈകിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പദ്ധതിക്ക് ബുധനാഴ്ച തുടക്കം കുറിക്കുന്നത്. CMN ട്രസ്റ്റ് മാനേജർ സന്തോഷ് കാറയാട്ട്, VR അനീഷ്, K ഗോപിനാഥ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അശരണരായിട്ടുള്ള ജനങ്ങൾക്ക്, ഭവനരഹിതർക്ക് വീടുകൾ എ ഹോം ഓഫ് യുവർ ഓൺ എന്ന പദ്ധതിയിൽ 50 വീടുകളാണ് ഇത്തവണ നമ്മൾ നൽകുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന
വ്യക്തികൾക്ക് പെൻഷൻ പദ്ധതി, അതിലവരുടെ പ്രായം മാത്രമല്ല സാമ്പത്തിക സ്ഥിതി, ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് 100-ലധികം ആളുകൾക്കാണ് നമ്മളിപ്പോൾ പെൻഷൻ അനുവദിക്കുന്നത്. അതുപോലെ തന്നെ വിവിധങ്ങളായ സ്കൂളുകളിൽ നമ്മൾ സമീപിച്ചിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ അട്ടപ്പാടിയിലെ വനവാസി മേഖലകളിൽ ആന ഇറങ്ങുന്ന വഴികളുണ്ട്. അവിടെ ആദിവാസി വീടുകളിൽ അവർക്ക് വൈകുന്നേരമായാൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞ സമയത്ത് അവിടെ സോളാർ വിളക്കുകൾ സ്ഥാപിച്ചു. അങ്ങനെ ഒരു പദ്ധതി ഈ കഴിഞ്ഞ മാസം നമ്മളത് പൂർത്തിയാക്കി. അവർക്കെല്ലാം ഇപ്പോൾ നിർഭയം ഏത് രാത്രിയിലും അതിലെ നടക്കാം. ഇങ്ങനെയൊരു നല്ല കാര്യം കഴിഞ്ഞ മാസം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിനെ പാലക്കാട് ലോക്സഭാ മണ്ഡലം MP VK ശ്രീകണ്ഠൻ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ മഹിളാ മോർച്ച കേരള ഘടകം MPക്ക് നിവേദനം നൽകി. മഹിളാ നേതാക്കളായ സിനി മനോജ്, രമാദേവി, നിഷ ശശികുമാർ, അർച്ചന എന്നിവരാണ് നിവേദനം കൈമാറിയത്. ബില്ലിനെ പിന്തുണ നൽകുമെന്ന് MP മറുപടി നൽകിയതായി മഹിളാ നേതാക്കൾ പറഞ്ഞു. രാഷ്ട്രനിർമ്മാണത്തിൽ മഹിളാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നിയമനിർമ്മാണ സഭകളിൽ 33% സ്ത്രീ സംവരണം പ്രാവർത്തികമാക്കുന്നതിനുള്ള മോദി സർക്കാരിൻ്റെ ചരിത്രപരമായ ചുവടുവയ്പ്പായ നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ഏപ്രിൽ 16-നാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുക. വാണിയംകുളം പഞ്ചായത്തിലെ പറളശ്ശേരി കുളത്തിൽ രാസമിശ്രിതം കലർത്തി ലക്ഷങ്ങളുടെ വില വരുന്ന മീനുകളെ പിടിച്ച് കൊണ്ടുപോയി എന്ന പഞ്ചായത്തിന്റെ പരാതിയിൽ കുളത്തിലെ വെള്ളം പരിശോധിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് BJP ആവശ്യപ്പെട്ടു. നൂറുകണക്കിന് ജനങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന വാണിയംകുളം 12-ാം വാർഡിലെ പറളശ്ശേരി കുളത്തിൽ രാസവസ്തുക്കൾ കലർത്തി ലക്ഷങ്ങൾ വില വരുന്ന മീനുകളെ പിടിച്ചുകൊണ്ടുപോയതായി പഞ്ചായത്ത് സെക്രട്ടറി ഒറ്റപ്പാലം പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K കൃഷ്ണകുമാർ സ്ഥലം സന്ദർശിച്ച് കുളത്തിൽ രാസവസ്തുക്കൾ കലർത്തി വെള്ളം മലിനമാക്കിയ സാമൂഹ്യദ്രോഹികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കുളത്തിലെ വെള്ളം പരിശോധിച്ച് പ്രദേശവാസികളായ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് BJP ആവശ്യപ്പെട്ടത്. മീൻ പിടിച്ചുകൊണ്ടുപോയവർക്കെതിരെ നടപടി കാണണമെന്നും ഇതിനു മുമ്പുള്ള 2 വർഷങ്ങളിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മീൻ പിടിച്ചു വിറ്റിരുന്നുവെന്നും അത് പഞ്ചായത്തിൻ്റെ രേഖകളിലുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും BJP മനശ്ശേരി ഏരിയ പ്രസിഡന്റ് രാജു ആറുകുളം, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് എന്നിവർ ചോദിച്ചു. ഈ പ്രദേശത്തെ പറളശ്ശേരിക്കുളം കാലങ്ങളായിട്ട് ഇത് വൃത്തിയാക്കുന്നത്, ഇതിൻ്റെ 4 പുറം വൃത്തിയാക്കുന്നത്, അതുപോലെ തന്നെ ചപ്പുചവറുകളൊക്കെ നീക്കി ഇത് ശുചീകരിക്കുന്നത് ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്. ഈ കുളത്തിൽ 5 ലക്ഷം രൂപയുടെ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ CPM പറയുന്നത്. ഈ പ്രദേശത്തുള്ള ഞങ്ങളെല്ലാം ഈ പ്രദേശത്ത് ജീവിക്കുന്നവരാണ്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അറിവില്ല. അങ്ങനെ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 തവണ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പുറമേ നിന്ന് ആളുകളെ കൊടുത്തിട്ടാണ് മീൻ പിടിച്ചിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധരാണ് കുളം മലിനമാക്കിയിട്ടുള്ളതാണ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പറയുന്നത്. അങ്ങനെ മലിനമാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളായിട്ടുള്ള ഞങ്ങൾക്ക് വളരെയധികം ആശയക്കുഴപ്പമുണ്ട്. അത് കൃത്യമായി ഇതിൻ്റെ വെള്ളം പരിശോധിച്ച് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ആശയക്കുഴപ്പം തീർത്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാം. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ 12-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുളത്തിൽ ആരോ മീൻ പിടിക്കുകയും മാരകമായ വിഷം കലർത്തിയിട്ടാണ് മീൻ പിടിച്ചിട്ടുള്ളതെന്നാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ വന്ന് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇതിലിറങ്ങി കുളിക്കാനും ഒക്കെ ഇപ്പോൾ ഒരു ഭയപ്പാടിലാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ എന്തെങ്കിലും കെമിക്കൽ കലക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഉടനടി പരിശോധിച്ച് ആളുകളുടെ ആശങ്ക അകറ്റേണ്ടതാണ്. ഈ കൊടും വേനലിൽ ഒരുപാട് ജനങ്ങൾ കുളിക്കുന്ന കുളമാണിത്. അതുപോലെ തന്നെ 5 ലക്ഷം രൂപയുടെ മീൻ പിടിച്ചിട്ട് പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെപ്പറ്റി അന്വേഷണം വേണം. അതുപോലെ തന്നെ ഇതിന് മുന്നേ 2 വർഷങ്ങളിലും 5 ലക്ഷം രൂപയുടെ മീൻ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് പിടിച്ചിട്ടുള്ളത് ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി, CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി പുറത്തുനിന്ന് ആളുകളെ കൊടുത്തിട്ടാണ്. അപ്പോൾ 5 ലക്ഷം രൂപ ലേലം വിളിച്ചിട്ടായിരിക്കാനല്ലോ എടുത്തിട്ടുള്ളത്. അത് പഞ്ചായത്തിൻ്റെ രേഖകളിലുണ്ടോ എന്നുള്ളതും വ്യക്തമാക്കണം. അപ്പോൾ ഇത്തരം ആശങ്കകൾ വെറുതെ പടച്ചു വിട്ടുകൊണ്ട് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുന്ന പരിപാടി CPM അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ BJP ശക്തമായ പ്രതിഷേധമായി രംഗത്ത് വരും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ഷൊർണൂർ കല്ലിപ്പാടം നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം, ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് എന്നിവയാണ് നടത്തിയത്. ആരോഗ്യമുള്ള കുട്ടികൾ നാളെയുടെ സമ്പത്ത് എന്ന തലക്കെട്ടിലാണ് കല്ലിപ്പാടം കവളപ്പാറ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ്സിന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹൃത്തിക് സുധീർ നേതൃത്വം നൽകി. നമ്മൾ ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്, ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ അവധിക്കാലമാണ്, ഇപ്പോൾ സ്റ്റാഫുകൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിക്കാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ചിത്രരചനാ മത്സരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുട്ടികൾക്കായിട്ട് ഇന്ന് ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചതിന് കാരണം നമ്മുടെ കുട്ടികളാണ് നാളെയുടെ സമ്പത്ത്. അപ്പോൾ ചെറുതിലെ തന്നെ അവർക്ക് ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ചും ഇതുപോലുള്ള നമ്മുടെ സംവിധാനങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് ചടങ്ങിൽ ഫാർമസിസ്റ്റ് ആര്യ, സ്റ്റാഫ് നഴ്സ് രഞ്ജു, ഓഫീസ് അസിസ്റ്റന്റ് സ്മിത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കുട്ടികൾ, രക്ഷിതാക്കൾ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികൾക്കായി ചിത്രരചന മത്സരവും ആരംഭിച്ചു. വീട് പ്രമേയമാക്കിയാണ് കുട്ടികൾ ചിത്രം തയ്യാറാക്കിയത്. 25ഓളം പേർ മത്സരത്തിൽ പങ്കെടുത്തു. സമാപന ചടങ്ങിൽ മത്സര വിജയികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ സേവനവും സൗജന്യമാണ്. BP, ഷുഗർ, ഹീമോഗ്ലോബിൻ തുടങ്ങിയ ടെസ്റ്റുകൾ നടത്തുന്നതാണ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് OP സമയം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിഷുക്കണി ഒരുക്കാൻ കോട്ടായിയിൽ കുടുംബശ്രീയുടെ വിപണന ചന്ത. കോട്ടായിയിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് വിഷുചന്ത ഒരുക്കിയിരിക്കുന്നത്. കോട്ടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രവർത്തനം ആരംഭിച്ച വിഷുചന്തയിൽ വിഭവങ്ങൾ സമൃദ്ധമാണ്. വിഷുക്കണി ഒരുക്കാനാവശ്യമായ പഴവർഗ്ഗങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറി ഇനങ്ങൾ തുടങ്ങിയ എല്ലാം അണിനിരത്തിയിട്ടുണ്ട്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ചന്ത 14-ന് അവസാനിക്കുമെന്ന് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ റിൻസി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ കാരക്കാട് ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ചണ്ഡികാഹോമം, പന്തീരാഴി മഹാഗുരുതി മഹോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് തായമ്പക അവതരണവും ദീപാരാധന, പന്തീരാഴി തുടർന്ന് മഹാഗുരുതിയും ഉണ്ടായിരുന്നു. ഈ ദർശന സമയം നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. മാറ്റുലി. UDFിലെ 100 സീറ്റുകൾ നേതാക്കൾ പ്രഖ്യാപിക്കുന്നത് ഫണ്ട് പിരിവാണ് ലക്ഷ്യമെന്നും LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പ്രഖ്യാപിക്കുന്നു. ഈ പ്രതികരണത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. മെയ് 4-ാം തീയതിയാണല്ലോ റിസൾട്ട് വരണം. അതുവരയ്ക്കും ഇരു മുന്നണികളും ഭരണം കിട്ടും എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് നേരിയ ഭൂരിപക്ഷത്തിലായാലും LDFിൽ നിന്ന് ഭരണം കിട്ടി തുടരുമെന്നാണ് വിചാരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2018-ലെ പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്നറിഞ്ഞിട്ടും നടപടിയെടുക്കാതെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശബ്ദരേഖയ്ക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ മന്ത്രി എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് എന്ന് വ്യക്തമാക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA. ഷൊർണൂരിൽ റെയിൽവേ പാച്ച് ഡബ്ലിംഗ് പാത നിർമ്മാണം പുരോഗമിക്കുന്നു. ഷൊർണൂരിൽ നിന്ന് വളത്തോൾ നഗർ സ്റ്റേഷൻ വരെയും പാലക്കാട് ഭാഗത്തേക്കുമായി നിർമ്മിക്കുന്നത് 4 പാതകൾ. നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ തീവണ്ടികൾ പുറപ്പെടാനുള്ള കാലതാമസം ഒഴിവാകുമെന്നും അധികൃതർ. കൊയ്ത്തു കഴിഞ്ഞ് ചാക്കിൽ സൂക്ഷിച്ച നെല്ലുകൾ സപ്ലൈകോ 3 ആഴ്ചയായിട്ടും സംഭരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ കർഷകർ ദുരിതത്തിൽ. പഴങ്ങോട്ടുപാടം ചീരക്കാട് പാടശേഖരത്തിൽപ്പെട്ട കർഷകരുടെ 100 ടണ്ണോളം നെല്ല് വീട്ടുമുറ്റത്തും പറമ്പിലുമായി കെട്ടിക്കിടക്കുന്നു. മഴ വന്നാൽ ഉണക്കിവെച്ച നെല്ല് മുഴുവൻ നശിക്കുമെന്ന ആശങ്കയിൽ കർഷകർ. 5-ലേറെ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്ന അകവണ്ട വേങ്ങശ്ശേരി തോടിന് കുറുകെ കരിങ്കല്ല് ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ച ക്വാറി ഉടമകൾക്ക് അമ്പലപ്പാറ പഞ്ചായത്തിന്റെ നോട്ടീസ്. വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ അംഗീകരിക്കാനാകില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്റർ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ കടത്തുകയായിരുന്ന 25 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കഞ്ചാവ് പിടികൂടിയത് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും RPFന്റെയും സംയുക്ത പരിശോധനയിൽ. കഞ്ചാവ് പിടികൂടിയത് രഹസ്യവിവരത്തെ തുടർന്ന്. പട്ടാമ്പി ഭാരതപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം പൊങ്ങി. മൃതദേഹം കാണപ്പെട്ടത് തിങ്കളാഴ്ച ഉച്ചയോടെ. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമെന്ന് പ്രാഥമിക നിഗമനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.